കോഴിയെ വളർത്തുന്ന ഈസിയാണ് കേട്ടോ. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ പറയാം. എല്ലാവരുടെയും വിചാരം കോഴിയെ വളർത്തുക എന്ന് വെച്ചാൽ ഭയങ്കര സ്മെല്ലാവും. അതൊന്നുമില്ല. അത് പണ്ടൊക്കെ ആയിരുന്നു ഈ കോഴിയെ ഇങ്ങനെ വളർത്തി ആ കൂടിൻ്റെ മുകളിൽ തന്നെ ഇരുന്ന് അവിടെ എല്ലാം കോഴിക്കാഷ്ടം ഇട്ടിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാതെ അവിടെ അങ്ങ് ഇടുന്നോണ്ടാണ് അത്. ഇവിടെ അങ്ങനെ പ്രോബ്ലം ഇല്ല കേട്ടോ. ഞാനിപ്പോൾ ടെറസിൻ്റെ മുകളിലല്ലേ വളർത്തുന്നത്. ഞാൻ വളർത്തി നോക്കിയതാണ്, പക്ഷേ എനിക്ക് സക്സസ്ഫുള്ളായിട്ടാണ് തോന്നുന്നത്. കോഴിക്കൂടിൻ്റെ അടിയിൽ ഇച്ചിരി ചരലിട്ട് കഴിഞ്ഞാൽ ഇല്ലേ, ഈ കോഴിക്കാട്ട അതിൻ്റെ മുകളിൽ വന്ന് അതങ്ങ് ഡ്രൈ ആവും. ഡ്രൈ ആയി കഴിയുമ്പം ആഴ്ച ഒരു ദിവസം നമ്മൾ ചൂല് കൊണ്ട് ഇങ്ങനെ പൊക്കി തൂത്തിങ്ങെടുത്താൽ മുഴുവൻ കിട്ടും. അത് എന്നിട്ട് ചെടിക്കൊക്കെ ഇടാമെങ്കിൽ ചെടിക്കും വളമാകുകയല്ലേ. നോക്കി എൻ്റെ സുന്ദരികൾ മോളി ആമ്പലിൻ്റെയൊക്കെ മോളിൽ കയറി നിന്ന് വെള്ളം കുടിക്കുന്നത്. ഒരു പ്രശ്നമില്ല ഇവരെ കൊണ്ട് കേട്ടോ. എന്ത് നമ്മുടെ കയ്യിലുണ്ടോ അത് കൊടുത്താൽ മതി. വെജിറ്റബിൾ പീൽ എല്ലാം കൂടെ കണ്ടിച്ചുകൊണ്ട് ഞാൻ അതിനകത്തിടും, കറുത്ത ബേസിനിൽ. അത് അവിടെ കിടന്ന് പുഴുവാകും. അപ്പോൾ അവരത് കഴിക്കും. അവർക്ക് പ്രോട്ടീൻ. താങ്ക് യു ഫോർ വാച്ചിങ്. കോഴിയെ വളർത്തുന്ന ഈസിയാണ് കേട്ടോ. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ പറയാം. എല്ലാവരുടെയും വിചാരം കോഴിയെ വളർത്തുക എന്ന് വെച്ചാൽ ഭയങ്കര സ്മെല്ലാവും. അതൊന്നുമില്ല. അത് പണ്ടൊക്കെ ആയിരുന്നു ഈ കോഴിയെ ഇങ്ങനെ വളർത്തി ആ കൂടിൻ്റെ മുകളിൽ തന്നെ ഇരുന്ന് അവിടെ എല്ലാം കോഴിക്കാഷ്ടം ഇട്ടിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാതെ അവിടെ അങ്ങ് ഇടുന്നോണ്ടാണ് അത്. ഇവിടെ അങ്ങനെ പ്രോബ്ലം ഇല്ല കേട്ടോ. ഞാനിപ്പോൾ ടെറസിൻ്റെ മുകളിലല്ലേ വളർത്തുന്നത്. ഞാൻ വളർത്തി നോക്കിയതാണ്, പക്ഷേ എനിക്ക് സക്സസ്ഫുള്ളായിട്ടാണ് തോന്നുന്നത്. കോഴിക്കൂടിൻ്റെ അടിയിൽ ഇച്ചിരി ചരലിട്ട് കഴിഞ്ഞാൽ ഇല്ലേ, ഈ കോഴിക്കാട്ട അതിൻ്റെ മുകളിൽ വന്ന് അതങ്ങ് ഡ്രൈ ആവും. ഡ്രൈ ആയി കഴിയുമ്പം ആഴ്ച ഒരു ദിവസം നമ്മൾ ചൂല് കൊണ്ട് ഇങ്ങനെ പൊക്കി തൂത്തിങ്ങെടുത്താൽ മുഴുവൻ കിട്ടും. അത് എന്നിട്ട് ചെടിക്കൊക്കെ ഇടാമെങ്കിൽ ചെടിക്കും വളമാകുകയല്ലേ. നോക്കി എൻ്റെ സുന്ദരികൾ മോളി ആമ്പലിൻ്റെയൊക്കെ മോളിൽ കയറി നിന്ന് വെള്ളം കുടിക്കുന്നത്. ഒരു പ്രശ്നമില്ല ഇവരെ കൊണ്ട് കേട്ടോ. എന്ത് നമ്മുടെ കയ്യിലുണ്ടോ അത് കൊടുത്താൽ മതി. വെജിറ്റബിൾ പീൽ എല്ലാം കൂടെ കണ്ടിച്ചുകൊണ്ട് ഞാൻ അതിനകത്തിടും, കറുത്ത ബേസിനിൽ. അത് അവിടെ കിടന്ന് പുഴുവാകും. അപ്പോൾ അവരത് കഴിക്കും. അവർക്ക് പ്രോട്ടീൻ. താങ്ക് യു ഫോർ വാച്ചിങ്.